നമോ നാരായണായ. ശ്ലോകം 6. തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ സൃജതി ത്വയി ചിന്തത്യേന കരകലിത ചക്രപ്രഹരണാത് സമാരുഷ്ടോ മുഷ്ട്യാ സകലോ വിദദം സ്ത്വാം സമതനോത് ഗളന്മായേ മായ ത്വയി കില ജഗന്മോഹകരീഃ. ശ്ലോകം 7. ഭവചക്രജ്യോതിഷ്കണലവ നിപാതേന വിദുദേ തദോ മായാചക്രേ വിദധകന രോഷാന്തമനസം ഗരിഷ്ഠാഭിർമുഷ്ടി പ്രഹൃതിഭിः അഭിഘ്നന്ദമസുരം സുപദാംഗുഷ്ടേന ശ്രവണ പദമൂലേ നിരവധി. ശ്ലോകം 8. മഹാകായാസോയം തവ ചരണ പാദപ്രതിദ പ്രമദിതോ ഗളദ്രക്തോ വക്രാദവദൃഷ്ടിഭിः ശ്ലാഘിതഹദിഃ തദാ ത്വാമുദ്ധാമ പ്രവദഭര വിദ്യോതിഹൃദയ മുനീന്ദ്രാസാന്ദ്രാഭിസ്തുതിഭിः അനുവന്തുരതനും. ശ്ലോകം 9. ത്വജിച്ഛന്ദോ രോമസ്സുഭികുശ ഗണചക്ഷുഷീഘൃതം ചതുർഹോദാരോ ഗ്രൗസുഗണ അഭിവദനേ ചോദരയിടാം ഗൃഹാജിഹ്വായാം തേ പരമപുരുഷ കർണേ ചമസാ വിഭോ സോമോ വീര്യം വരദ ഗളദേശേപ്യുപസദാ. ശ്ലോകം 10. മുനീന്ദ്രൈരിത്യാദിസ്തവനമുഖേ മോദിതമനാഃ മഹീയസ്യാ മൂർത്യാ വിമലതര കീർത്യാ ച വിലസൻ സുധിഷ്ണും സംപ്രാപ്ത സുഗരസ വിഹാരീ മധുരിപോ നിരുന്ധ്യാരോഗാൻ മേ സകലമഭിവാദാലയപതേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമസ്തേ. ദശകം 13 6-ാമത്തെ ശ്ലോകം മുതലാണ് ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. ഹിരണ്യാക്ഷവധം അതാണ് വിഷയം. അതിൽ 6-ാമത്തെ ശ്ലോകം തദശൂലം കാലപ്രതിമരുഷി ദൈത്യേ വിസൃജതി എന്ന് പറഞ്ഞു തുടങ്ങുന്ന ശ്ലോകമാണ്. അതിൻ്റെ അർത്ഥം കാലപ്രതിമരുഷി ദൈത്യേ തദാശൂലം വിസൃജതി. കാലനെപ്പോലെ കോപത്തോടെ അസുരൻ ശൂലമെടുത്ത് ഭഗവാന്റെ നേരെ പ്രയോഗിക്കുവാൻ ഒരുങ്ങി. എനത് കരകരിത ചക്ര പ്രഹരണാത് ത്വയി ചിന്തതി. ശൂലത്തെ ചക്രായുധം പ്രയോഗിച്ച് ഭഗവാൻ മുറിച്ചു കളഞ്ഞു. സഹാ ഖലു സമാരുഷ്ടഃ ത്വാം മുഷ്ട്യാവിദുതൻ. അപ്പോൾ അസുരൻ വർദ്ധിച്ച കോപത്തോടെ മുഷ്ടി ചുരുട്ടി ഇടിച്ച് അങ്ങയെ വേദനപ്പെടുത്തി തുടങ്ങി. അതാണ് വേദനിപ്പിക്കാൻ തുടങ്ങി എന്നർത്ഥം. ഗളന്മായേ ത്വയി ജഗന്മോഹനകരി മായാഹ സമതനോത് കില. മായാസ്പർശമേൽക്കാത്ത അങ്ങയെ ലോകത്തുള്ളവരെ പരിഭ്രമിക്കുന്ന തരത്തിലുള്ള പല മായാപ്രയോഗങ്ങളും പ്രകടിപ്പിക്കുവാൻ ഹിരണ്യാക്ഷൻ ഒരുങ്ങി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചക്രപാണി ഭാവത്തിലാണല്ലോ ഭഗവാനുള്ളത്. ആ ഭഗവാന്റെ നേരെ ഹിരണ്യാക്ഷൻ തൻ്റെ ശക്തമായൊരു ശൂലം പ്രയോഗിച്ചു എന്നാണ് പറയുന്നത്. ആ ശൂലം വളരെ എളുപ്പത്തിൽ ഭഗവാൻ മുറിച്ചു കളഞ്ഞു. പിന്നീട് ഒരു മുഷ്ടിയുദ്ധത്തിൻ്റെ ആ ഒരു രീതിയിലേക്ക് പോയി തൻ്റെ കൈകൊണ്ട് ഭഗവാനെ മുഷ്ടി ചുരുട്ടി ശരീരത്തിൽ ഇടിച്ച് വേദനിപ്പിക്കാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നിപ്പോൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഭഗവാനെ എങ്ങനെ ഇടിക്കാൻ പറ്റുക, എങ്ങനെ വേദനിപ്പിക്കാൻ പറ്റുക. അപ്പോൾ അവിടെ ഒരു തിരുത്തൽ നടത്തുകയാണ് ഇവിടെ.
ഭഗവാനെ വേദനിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ശരിയല്ലെന്ന് പെട്ടെന്ന് ബോധ്യപ്പെട്ട ഭട്ടതിരിപ്പാട് തൻ്റെ വിചാരത്തെ മറ്റൊരു തരത്തിൽ ഇവിടെ രേഖപ്പെടുത്തി. മായയാൽ സ്വാധീനിക്കപ്പെടാൻ സാധിക്കാത്ത ഭഗവാനെ അല്പബുദ്ധിയായ അസുരൻ ലോകത്തെ പരിഭ്രമിപ്പിക്കുവാനായി പല മായാപ്രയോഗങ്ങൾ പ്രകടിപ്പിക്കുവാൻ വരികയത്രേ. കാരണം തനിക്ക് ഭഗവാനേക്കാളും ശക്തിയുണ്ടെന്ന് തെളിയിക്കാനുള്ള ചില മായാപ്രകടനങ്ങളാണ്. ഇപ്പോൾ ചിലവരുണ്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ആയുധപ്രയോഗം നടത്തുന്നതിനേക്കാളും പ്രകടനങ്ങൾ, ശബ്ദിക്കുക, തുള്ളുക, ചാടുക, അനാവശ്യമാണ് അതൊക്കെ. ആ ആയുധപ്രയോഗത്തിന് അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എങ്കിലും മറ്റുള്ളവരെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ഓരോ തരത്തിലുള്ള അഭിനയങ്ങളാണ് അവിടെ കാണിക്കുന്നത്. അതൊരു മായ എന്ന രീതിയിലാണ് കാണേണ്ടതെന്നർത്ഥം. പിന്നെ ശ്ലോകം 7. ഭവചക്രജ്യോതിഷ്കണലവനിപാതേന വിധുതേ തതഃ മായാചക്രേ ഭവചക്രജ്യോതിഷ്കണലവനിപതേന വിധുതേ. അസുരൻ്റെ മായാപ്രകടനങ്ങളെല്ലാം അങ്ങയുടെ ചക്രായുധത്തിൻ്റെ തീപ്പൊരികളിൽ തട്ടി പറന്നുപോയപ്പോൾ വിദതഘനരോഷാന്ധമനസം അനിയന്ത്രിതമായ ശുണ്ഠി കാരണം വിവേകബുദ്ധി നശിച്ച് ഗരിഷ്ഠാഭിഹി മുഷ്ടി പ്രഹൃതിഭിഹി അഭിഘ്നന്തം അസുരം. ശക്തമായ മുഷ്ടിപ്രയോഗം തൻ്റെ നേരെ നടത്തുന്ന അസുരനെ സ്വപാദാങ്കുഷ്ടേന ശ്രവണപദമൂലെ നിരവധി അങ്ങയുടെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് കനത്ത പ്രഹരമേൽപ്പിച്ചു ചെവിക്കുറ്റിക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ രീതി, അസുരനെ വധിക്കാനുള്ള രീതി എങ്ങനെയാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ വരാഹം എന്ന് പറയുന്നത് പന്നിയാണല്ലോ, 4 കാലുകളുള്ള ഒരു മൃഗമാണ്. അതിൻ്റെ മുന്നിലുള്ള 2 കാലിലെ ഒരു കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ഹിരണ്യാക്ഷൻ്റെ ചെവിക്കുറ്റിക്ക്, ശ്രവണപദമൂലെ എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, ചെവിക്കുറ്റിക്ക് ഭഗവാൻ കനത്ത ആഘാതമേൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെ ഭഗവാൻ ഇവിടെ ആദ്യം തന്നെ ഗദായുദ്ധം നടത്തി, പിന്നീട് ചക്രായുധം ചക്ര കൊണ്ടുള്ള യുദ്ധമായി, പിന്നീട് ഭഗവാൻ തൻ്റെ ശരീരം കൊണ്ട് തന്നെയായി എന്നർത്ഥം. അങ്ങനെ ഒരു 3 ഘട്ടമായിട്ടാണ് അസുരനുമായിട്ട് ഭഗവാൻ ഏറ്റുമുട്ടിയത് എന്നാണ് പറയുന്നത്. ആ കരണക്കുറ്റിക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അതുപോലെ തന്നെ കാലുകൊണ്ട് തൻ്റെ പെരുവിരൽ കൊണ്ട് അത് പിന്നെ വരാഹം പന്നിയുടെ രൂപമാണ്, അത് വളരെ വലുതാണ്, ആനയേക്കാളും വലിപ്പമുള്ള ഒരവസ്ഥയിലാണ് ഉള്ളതെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് ആ മുമ്പിലത്തെ ആ കാലിൻ്റെ പെരുവിരൽ കൊണ്ടാണ് അടിച്ചത്, ചെവിക്കുറ്റിക്ക് അടിച്ചു. ശ്ലോകം 8. മഹാകായ സോയം തവ ചരണപാദ പ്രമഥിതോ മഹാകായ സഹ അയം. ഏറ്റവും വണ്ണമുള്ള ശരീരത്തോടു കൂടിയ ഹിരണ്യാക്ഷൻ. അദ്ദേഹത്തിൻ്റെ വിശാലമായ ശരീരപ്രകൃതിയാണല്ലോ, അത് നമുക്ക് വർണ്ണിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തവചരണപാത പ്രമഥിത വക്ത്രാത് ഗളദ്രക്ത അപതത്. അങ്ങയുടെ കാൽ വിരലിൻ്റെ ചവിട്ടേറ്റ് ചോര ഛർദ്ദിച്ച് താഴെ വീണ് മരിച്ചു. അപ്പോൾ അസുരനെ ഭഗവാൻ തൻ്റെ കാലിൻ്റെ ആ പെരുവിരൽ കൊണ്ടാണ് അടിച്ച് കൊന്നത് എന്നാണ്. ചവിട്ടല്ല, അടിക്കുക തന്നെയാണ്, പെരുവിരൽ കൊണ്ട് അടിച്ച് വധിച്ചു. ഋഷിഭിഹി ശ്ലാഘിത ഹതി. ദുഷ്ടനെ നിഗ്രഹിച്ചത് കണ്ട് കൊല്ലുന്നത് കണ്ടിട്ട് മഹർഷിമാർ അങ്ങയെ പുകഴ്ത്തി സ്തുതിച്ചു. തഥാത്വാം ഉദ്ദാമ പ്രമദഭരവിദ്യോതി ഹൃദയ മുനീന്ദ്രാഹ. അവർ മതിമറന്ന സന്തോഷത്താൽ അധ്വരതനും സാന്ദ്രാഭിഹി സ്തുതിഭിഹി അനുവൻ അങ്ങയെ യജ്ഞസ്വരൂപനായി സങ്കല്പിച്ച് ആത്മീയ തത്വങ്ങളടങ്ങിയ പ്രശംസാവാക്കുകൾ കൊണ്ട് സ്തുതിച്ചു. മഹർഷിമാർക്കിത് കണ്ടപ്പോൾ, അസുരൻ്റെ നാശം കണ്ടപ്പോൾ വളരെയധികം സന്തോഷിച്ച് ഭഗവാന് എന്താ പറയുക, പല തത്വങ്ങളും, നിഗൂഢമായ തത്വങ്ങൾ വരെ ഉപയോഗിച്ചുകൊണ്ട് സ്തുതിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാന്റെ ആ പാദത്തിൻ്റെ ശക്തി പ്രത്യേകം മനസ്സിലാക്കുക, പെരുവിരലിൻ്റെ ശക്തി. അപ്പോൾ ആ നിലയിൽ ഭഗവാൻ വിരൽ കൊണ്ട് ചവിട്ടി വധിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. എന്തുകൊണ്ട് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് ചവിട്ടി കൊന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. തൻ്റെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും
മൂന്നാമത്തെ ജന്മാവസാനത്തിലെ ഭഗവാന് സാലോക്യമുക്തി കൊടുത്ത് വീണ്ടും വൈകുണ്ഠത്തിലെ ബാലകന്മാരായി പുനർനിയമനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. 3 ജന്മം ഭഗവാൻ എതിരായിട്ട് പ്രവർത്തിക്കുന്നവരായിട്ട് വേണമെന്നാണല്ലോ സനകാദി മഹർഷികൾ ശപിച്ചത്. ആ ശാപത്തിന് യാതൊരു വിഘ്നം വരാതെയാണ് ഭഗവാൻ ഇപ്പോൾ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആ ജന്മമായിട്ടാണ് ഹിരണ്യാക്ഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് 2 ജന്മം കൂടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ ആ ചക്രം കൊണ്ടോ ഗത കൊണ്ടോ ഒക്കെ വധിച്ചാൽ മോക്ഷം കിട്ടുമല്ലോ, പിന്നെ 2-3 ജന്മം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കാലിൻ്റെ പെരുവിരൽ കൊണ്ട് കൊല്ലാനുള്ള കാരണം എന്നിവിടെ പറയാണ്. ഇനി ശ്ലോകം 9. ത്വജി ഛന്ദോ രോമസ്വപി കുശഗണശ്ചക്ഷുഷി കൃതം പരപുരുഷതേ ത്വയി ഛന്ദഃ. പുരുഷോത്തമനായ ഭഗവാന് അങ്ങയുടെ ചർമ്മത്തിൻ്റെ സ്ഥാനത്ത് ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളും രോമസോ കുശഗണഃ അഭി ചക്ഷുഷി കൃതം. രോമങ്ങളുടെ സ്ഥാനത്ത് ധാരാളം ദർഭപ്പുല്ലും കണ്ണുകളുടെ സ്ഥാനത്ത് നെയ്യും അംഘ്രൗ ചതുർഹോതാര വദനെ സൃക് അഭി. 4 കാലുകളുടെ സ്ഥാനത്ത് 4 ഹോതാക്കളും വായുടെ സ്ഥാനത്ത് സ്രുവവും ഉദരേ ഇടാച വയറിൻ്റെ സ്ഥാനത്ത് ഇട എന്ന പുരോടാശം, അതായത് ഹവിസ് നിറച്ച പാത്രവും ജിഹ്വായം ഗൃഹ കർണേ ചമസാഹ ച. നാവിൻ്റെ സ്ഥാനത്ത് സോമരസപാത്രങ്ങളും ചെവികളുടെ സ്ഥാനത്ത് ചമസങ്ങളും, അതായത് യാഗപാത്രങ്ങളും. വിഭോ തേ വീര്യം സോമഹ. സർവശക്തനായ ഭഗവാനെ അങ്ങയുടെ രേതസ്, അതായത് ശുക്ലം സോമരസവും വരദതേ ഗളദേശേ ഉപസതഃ അഭി. വരദായകനായ ഭഗവാനെ അങ്ങയുടെ കണ്ഠപ്രദേശത്തിലെ ഉപസത്തുക്കൾ എന്ന ഇഷ്ടി യാഗവിശേഷങ്ങളുമാണ് എന്നാണ്. അപ്പോൾ ഈ വരാഹമൂർത്തിയുടെ ശരീരം പൂർണ്ണമായും യാഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഒരു യാഗത്തിന് എന്തൊക്കെയാണോ ഉപകരണങ്ങൾ വേണ്ടത് അതെല്ലാം തന്നെ സജ്ജീകരിച്ചു കൊണ്ടുള്ള ഒരു ശരീരം ആണ് വരാഹമൂർത്തിയുടെ എന്നുള്ളത്. അപ്പോൾ വരാഹമൂർത്തിക്ക് അതുകൊണ്ട് യജ്ഞവരാഹമൂർത്തി എന്ന പേരും കൂടിയുണ്ട് അർത്ഥം. വരാഹമൂർത്തിയെ പറയുമ്പോഴൊക്കെ യജ്ഞവരാഹമൂർത്തി എന്ന് പറയണം. അതായത് യജ്ഞത്തിൻ്റെ മൂർത്തിയാണ്. ഏതൊരു യജ്ഞം നടക്കുമ്പോഴും നമ്മൾ വരാഹമൂർത്തിയെ സ്മരിക്കണം എന്നർത്ഥം. അദ്ദേഹമാണ് ആ യജ്ഞം വിഘ്നം കൂടാതെ പൂർത്തീകരിച്ച് അതിൻ്റെ ഫലത്തെ നൽകുന്നത്. അവയവഭാഗങ്ങളെല്ലാം യജ്ഞാഹമൂർത്തിയുടെ ഏതൊക്കെ അവയവങ്ങൾ യജ്ഞത്തിൻ്റെ ഏതൊക്കെ ഉപകരണങ്ങളെ പ്രതിദാനം ചെയ്യുമെന്നുള്ളൊരു ടേബിള് എൻ്റെ ഈ വ്യാഖ്യാനത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് ഭക്തന്മാർ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതിൻ്റെ ഓരോന്നും ആചാര്യം പറയാം. അതിൻ്റെ ഏത് യജ്ഞോപകരണത്തെയാണ് ആ അവയവം പ്രതിദാനം ചെയ്യുന്നതും കൂടി ഞാൻ വായിക്കാം. യജ്ഞവരാഹമൂർത്തിയുടെ ചർമ്മം, ത്വക്ക്, ഗായത്രി തുടങ്ങിയ ഛന്ദസ്സുകളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. രോമങ്ങൾ ദർഭപ്പുല്ലുകളാണ്. യജ്ഞവരാഹമൂർത്തിയുടെ കണ്ണുകൾ നെയ്യ്. 4 കാലുകൾ യജുർവേദി, ഋഗ്വേദി, സാമവേദി, അഥർവവേദി. അതായത് അവരുടെ ഓരോരുത്തർക്ക് പേരുണ്ട്. യജുർവേദിക്ക് അധ്വര്യു, ഋഗ്വേദിക്ക് ഹോതാവ്, സാമവേദിക്ക് ഉദ്ഗാതാവ്, അഥർവവേദിക്ക് ബ്രഹ്മൻ. വായ, വരാഹമൂർത്തിയുടെ വായ സ്രുവം. സ്രുവം എന്ന് പറഞ്ഞൊരു ഉപകരണമാണ്. നെയ്യ് കോരി ഹോമിക്കാൻ ഉപയോഗിക്കുന്ന നീളത്തിലുള്ള കരണ്ടി. നീളത്തിലുള്ളത് നിങ്ങൾ കണ്ടിരിക്കും. വയർ, വരാഹമൂർത്തിയുടെ വയറ് പുരോടാശം നിറച്ച പാത്രം. പുരോടാശം നിറച്ച പാത്രമാണ്. നാവ് സോമരസം നിറച്ച പാത്രങ്ങളാണ്. ചെവി യാഗപാത്രങ്ങളാണ്. പല ചെറിയ ചെറിയ പാത്രങ്ങൾ വേണ്ടി വരുമല്ലോ, അതിനെ ചമസങ്ങൾ എന്നും പറയും. രേതസ് ശുക്ലം സോമരസമാണ്. കണ്ഠപ്രദേശം, അതായത് കഴുത്തിൻ്റെ ഭാഗം ഉപസത്തുക്കൾ, അതാണ് യാഗങ്ങൾ. യജ്ഞവരാഹമൂർത്തിയുടെ രൂപം കാണുമ്പോൾ ഈ ഇതും കൂടി, അതായത് യജ്ഞദേവനാണ്, യജ്ഞമൂർത്തിയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇത് ഭക്തന്മാർ വളരെ ശ്രദ്ധയോടുകൂടി ഇത് മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അവസാനമായിട്ട് 10ാമത്തെ ശ്ലോകമാണ്. മുനീന്ദ്രൈരിത്യാദി സ്തവനമുഖരേർ മോദിതമന. ഇത്യാദി സ്തവനമുഖരൈ മുനീന്ദ്രൈ മോദിതമന. ഇവിടെ വിശദമാക്കിയ രീതിയിലുള്ള സ്തുതിവചനങ്ങളെ കൊണ്ട്
മുനിശ്രേഷ്ഠന്മാരാൽ സന്തോഷിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവൻ, മഹീയസ്യാമൂർത്തിയ വിമലതര കീർത്തിയാച വിലസൻ, വളരെ വലുതായ ശരീരത്തോടും പരമശുദ്ധമായ യശസ്സോടും കൂടി തിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും, സുധിഷ്ണ്യം സംപ്രാപ്ത സുഖരസവിഹാരി, സ്വന്തം ആസ്ഥാനമായ വൈകുണ്ഠലോകത്തിൽ പ്രവേശിച്ച് പരമാനന്ദത്തോടെ വിനോദത്തിലേർപ്പെടുന്നവനുമായ, മധുരിപോ വാതാലയപതേ, മധുവിനെ നിഗ്രഹിച്ച വാതാലയനാഥ, ഗുരുവായൂരപ്പ, മേ സകലം അഭിരോഗം നിരുദ്ധ്യ, എൻ്റെ എല്ലാ രോഗങ്ങളെയും അങ്ങ് നിരോധിക്കണമേ. വരാഹ അവതാരം വർണ്ണിച്ച് അവസാനിപ്പിക്കുന്നിടത്ത് യജ്ഞവരാഹമൂർത്തിയോട് പ്രാർത്ഥിക്കുകയാണ് ഭട്ടതിരിപ്പാട്. എന്ത് പറഞ്ഞിട്ടാണ്? യജ്ഞവരാഹമൂർത്തിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് വരാഹാവതാര സംഭവം ഈ ദശകത്തിൽ ഉപസംഹരിക്കുന്നത്. വരാഹമൂർത്തി യജ്ഞത്തിൻ്റെ രൂപത്തിൽ സ്മരിക്കണമെന്നാണ് മുനിശ്രേഷ്ഠന്മാരുടെ അഭിപ്രായം. ഏതൊരു യജ്ഞം തുടങ്ങുന്നതും യജ്ഞവരാഹമൂർത്തിയുടെ രൂപത്തെ ധ്യാനിച്ച് വേണ്ടുന്നത് ഋഷിപ്രോക്തമാണ്. ഭൂമിയെ അസുരനായ ഹിരണ്യാക്ഷൽ മോചിപ്പിച്ച് മനുഷ്യർക്ക് വസിക്കുവാനായി നൽകിയ വരാഹമൂർത്തിയെ ഭൂലോകവാസികളെ നന്ദിയോടെ ദിവസവും സ്മരിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണത്തിന് മുമ്പും ഗൃഹപ്രവേശ സമയത്തും വരാഹമൂർത്തിയെ സങ്കല്പിച്ച് പൂജ ചെയ്യേണ്ടതാണ്. പ്രകൃതിക്ഷോഭത്തിൽ ഭൂമിയെ സംരക്ഷിച്ച് നിർത്തുവാനും എല്ലാവരും വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കേണ്ടതാണ്. പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് വരാഹമൂർത്തിയാണ് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന. നമസ്തേ.